നമ്മുടെ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തന് ലോൺ കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഇവനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ ലോൺ കൊടുക്കും ചേട്ടാ? ഇപ്പൊ ബാങ്കുകാർ പറയുക നമ്മളോട് പോയി അവനെ സമാധാനിപ്പിക്കാൻ. ഞാൻ ഇവിടെ ഈ ബാങ്കിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് വന്നിട്ട് ആകെ ഒരാഴ്ചയായുള്ളൂ. എങ്കിലും ഞാൻ പറയാണ്, നമുക്ക് ആർക്കും ആരോടും ഒരു വിശ്വാസമില്ലെന്ന്. എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? ഇന്ത്യൻ റെയിൽവേക്ക് പോലും നമ്മളെ വിശ്വാസമില്ലെന്ന്. എന്താ അങ്ങനെ ഒരു പറച്ചില്? ആ ട്രെയിനകത്ത ബാത്റൂമില് 10 രൂപ ഒരു കപ്പ് ആ ചങ്ങലായിട്ട് കെട്ടിയിടേണ്ട കാര്യം തന്നെ നമ്മൾ എടുത്തോണ്ട് ഓടും. ശരിയാ. പക്ഷെ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് സുബോധന് ലോൺ കൊടുക്കണോ വേണ്ടായോ എന്ന് അറിയാനായിട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കുമ്പോ പുള്ളിയുടെ കയ്യിൽ നമുക്ക് പറ്റിച്ചിട്ട് വാങ്ങിക്കണം. അപ്പൊ സുബോധനെ പറ്റിക്കാനാണോ നമ്മൾ വന്നത്? പറ്റിക്കാനല്ല, പറ്റിച്ചിട്ട് പുള്ളിയുടെ കരമടച്ച രസീത് വാങ്ങിക്കണം ലോൺ കൊടുക്കണമെങ്കിലേ. എന്റെ അഭിപ്രായത്തിൽ ഈ ലോൺ കൊടുക്കുന്നെങ്കില് കല്യാണത്തിന് ലോൺ കൊടുക്കണം. കല്യാണത്തിന് ലോണോ? ഓ, അതാകുമ്പോ ഈ ലോൺ അടഞ്ഞ് തീരുന്നത് വരെയെങ്കിലും ഒരു സ്നേഹബന്ധമായിട്ട് ജീവിക്കും. മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് നടക്കും. അത് സത്യ. ഈ പുള്ളിക്ക് ഈ മത്സ്യകൃഷിയാന്നല്ലോ ചേട്ടാ പറഞ്ഞേ. അപ്പൊ ഈ പിരാന കാണുമോ എന്തോ? അല്ല, ഇവിടെ കാണുമെന്ന് അറിഞ്ഞൂടെ. എന്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, എന്റെ മോൻ കുത്തിപ്പിടുത്തത് കളഞ്ഞു. എന്തോന്ന്? പിയാനോ. പിയാനോ അല്ല, പിരാന ഒരു മത്സ്യത്തിന്റെ പേരാ. ആ മത്സ്യത്തിന്റെ പേരായിരുന്നല്ലേ? ചേട്ടൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ ചോദിക്കുവാ, ഈ സുബോധൻ ആളെങ്ങനെ? അയ്യോ, പേരില് മാത്രമേ ഉള്ളൂ സുബോധൻ എന്നുള്ള പേര്. ആള് ഭയങ്കര ബോധമില്ലാത്തവനാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ സ്കൂളിലെ കൊച്ചുങ്ങൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു പോകും. അപ്പൊ ഞാൻ കൊച്ചുങ്ങളെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അത് ഫോണത് കണ്ടാ അതെന്താന്ന് അറിയാമോ? അപ്പൊ പിള്ളേർ എന്തോന്ന് മാമ എന്ന് ചോദിച്ചാൽ പറയാണ്, അതാണ് പ്രളയം വരുമ്പോഴത്തേക്ക് ആൾക്കാർ രക്ഷിക്കുന്ന പമ്പരക്കിളിയെന്ന്. അങ്ങനെ ബോധമില്ലാത്തവണ. സുഭാഷേ, ഞാൻ കൺഫേം ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത്. എന്തിനാണ് നീ ഒറ്റത്തോർത്ത് കൊടുത്തോണ്ട് എന്റെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്? ഞാൻ മീന് തീറ്റ ഇട്ടിട്ട് പോലും ഒരു മീന് പോലും എത്തി നോക്കുന്നില്ല. നീ എന്താ ചെയ്ത്? 4 കരിമീന ഞാൻ കണ്ടതാ ചെളിയിൽ പൂന്തിയിരിക്കുന്നു. ഇനി മേലാൽ ഒറ്റത്തോർത്ത് കൊടുത്ത് എന്റെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങരുത്. ഓക്കെ മിസ്റ്റർ സുബോധൻ, ഞങ്ങൾ SMS ബാങ്കിലെ ജീവനക്കാരാണ്. ഞങ്ങളെ മനസ്സിലായോ? മനസ്സിലായി. കാരണം ഞാൻ 6 അടിയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം 5 അടിയേ ഉള്ളൂ. അതെങ്ങനെ? ഈ ലോണിന് വേണ്ടി കയറി ഇറങ്ങി 1 അടി ഒരഞ്ഞ് തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ എനിക്കെന്താ അറിഞ്ഞൂടെ? അല്ല, നിങ്ങൾ ഈ ലോൺ വേണം എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലേ സെക്യൂരിറ്റി വെക്കണം, നിങ്ങൾ വെച്ചായിരുന്നു? സെക്യൂരിറ്റി വെച്ചു. ബോലോറാം എന്ന് പറഞ്ഞ ഒരു മുട്ടയെ ഞാൻ ഇവിടെ നിർത്തിയല്ലോ. ബോലോറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാത്രിയാവുമ്പോ കിഴങ്ങ് തീറ്റി, കിഴങ്ങും തിന്നുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് പിന്നെ അവൻ ഉള്ളത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ കള്ളന്മാർ ശല്യം ഇല്ലായിരുന്നു കേട്ടോ. കറോ പിറോ കിറോ. അയ്യോ, അതെന്തോന്ന് കൂർക്കമ്പലി. ഈ സെക്യൂരിറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ അപേക്ഷ വെക്കണം. താൻ വെച്ചായിരുന്നോ? അപേക്ഷ ഞാൻ വെച്ചായിരുന്നല്ലോ. അപേക്ഷ അങ്ങനെ അപേക്ഷ വെച്ചാ പോരാ. പിന്നെ മനസ്സുരുകി മാതാവിന്റെ ഫ്രണ്ടിൽ മെഴുകുതിരി കത്തിച്ചിട്ട് 2 അപേക്ഷ വെക്കൂ. അപ്പൊ തനിക്ക് ലോൺ കിട്ടും. എനിക്ക് തന്നെ ജോലി കിട്ടിയത് അങ്ങനെയല്ലേ? എന്റെ ദൈവമേ, വെടിപൊട്ടുന്നിടത്തു നല്ലല്ലോ പുക വരുന്നത്. അതാണോ ചേട്ടാ ഞാൻ പറഞ്ഞത്? എടോ, അപേക്ഷ വെക്കണമെന്ന് ഫോമിനുള്ള അപേക്ഷ താൻ വെച്ചായിരുന്നോ? ഫോമിൽ അപേക്ഷ വെച്ചായിരുന്നല്ലോ. ആ അപേക്ഷ ഞാൻ കണ്ടായിരുന്നു. താൻ എന്തോ എഴുതി കൂട്ടി വെച്ചേക്കുന്നു? വായിച്ചേട്ടാ അത്. ഞാൻ വായിച്ചുതരാം. എത്രയും മാനഭംഗപ്പെട്ട സാർ എറിയുന്നതിന്, എത്രയും ബഹുമാനപ്പെട്ട സാർ അറിയുന്നതിന്, എന്റെ മോനെ വളർത്താൻ ഊണ് വേണം, എന്റെ മീനെ വളർത്താൻ എനിക്ക് ലോൺ വേണം. ഈ ആക്ഷേപം വായിച്ച് മനസ്സിലായെങ്കിൽ, ഈ അപേക്ഷ വായിച്ച് മനസ്സിലായെങ്കിൽ എന്റെ മോന് ലോഷൻ തേച്ച് തരണമെന്ന്. അയ്യോ, എന്റെ മീനെ വളർത്താൻ ലോൺ സാക്ഷനാക്കി തരണം. ഇതാ പറഞ്ഞു. ഇടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയാണ് ഒരു അപേക്ഷ വെക്കുന്നത്. അത് അപേക്ഷ വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എത്രയും മാനഭംഗപ്പെട്ട് സാർ അറിയുന്നതിന് എന്റെ മോനെ വളർത്താൻ ഊണ് വേണം, എന്റെ മോന് ലോഷൻ തേച്ച് തരണം. അങ്ങനെ പറയണം കേട്ടോ. വ്യക്തമായിട്ട് പറയണം. ഇപ്പൊ ഞാൻ എഴുതിയത് മാത്രമല്ലേ തെറ്റായിട്ടുള്ളൂ. ഇപ്പൊ സാറ് പറയണ മുട്ട തെറ്റാണല്ലോ. ചേട്ടാ വിളിച്ചു പറയുന്നത്. സുബോധന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞേ. കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. മെനക്കെടുത്ത് തറവാട്, മെനക്കെടുത്ത് തറവാട്, കുണം വന്ന പാലം PO, കുണം വന്ന പാലം PO, ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് അത് അവിടെ. നിങ്ങൾ ഏത് വഴിയാണോ? പാലത്തിന്റെ അത് വഴിയാണോ വന്ന? ആലിന്റെ ആ ഭാഗം വഴിയാ വന്ന? പാലത്തിന്റെ അത് വഴിയാ വന്ന ആണല്ലേ? അവിടെ ഈ കുടിച്ചോണ്ട് 2-3 പേര് ഉടുതുണിയൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് അടിയും ബഹളമൊക്കെ നടക്കുന്ന സ്ഥലം കണ്ട? ഞാൻ കണ്ട്. അതാണ് ഡീസന്റ് മുക്ക്. നല്ല ഡീസന്റ് മുക്ക്. അതെ, നമ്മൾ ഈ ലോൺ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് നമ്മളെ ഗുണം അറിയണം. നമ്മളെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ എഴുന്നേക്കും, പിന്നെ നേരെ വാ നേരെ പോകുന്നുള്ള ഒരു ഗുണമാണ് എന്റെ ഗുണം. പിന്നെ അല്ലാതെ അനാവശ്യ ഗുണങ്ങളൊന്നും എന്റെ ഇല്ല. നമ്മളെ ഗുണം അറിയണമെന്ന് തനിക്ക് മനസ്സിലായില്ല പറയുന്നത്? നമ്മളെ ഗുണം, അതായത് മണ്ണിന്റെ ഗുണം നമ്മൾ അറിയണം, മണ്ണിന്റെ രുചി അറിയണം. അതാണ് ഞാൻ ചോദിച്ചത്. ഓ, അങ്ങനെ ഉണ്ട്. ഇത് നേരത്തെ പറയണ്ട, ഞാൻ കാണിച്ചിരുന്നു. കൊള്ളാം മേഡം. ഉപ്പ് അധികമല്ല, ലേശം ഒരു ഇനിപ്പൂടെ ഉണ്ട്. അപ്പുറത്തെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് പറഞ്ഞാലും കേൾക്കൂല. ചെറുക്ക ഇവിടെ വന്ന് മൂത്ത് ഒഴിക്കോളും. പറഞ്ഞിരുന്നു മണ്ണുവരത്തിന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തരും. ഈ മീനിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞേ. മേഡം ചൂടിലാണ് തോന്നുന്നു. ഈ പൂവാലി എന്ന് പറയുന്ന
മീനാണ് ഇതിൽ ആഭാസൻ എന്ന് പറയുന്നത്. ഈ ആഭാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ ബാക്കിയുള്ള മീന് കൊടുക്കുന്ന തീറ്റ എല്ലാം ഇത് തട്ടിപ്പറിക്കും. വാലിട്ടുള്ള അടി, അങ്ങനെ പല ആഭാസത്തരോ ഈ മീൻ കാണിക്കും. പിന്നെ വാക്കിന് കിട്ടുമ്പോ ഞാൻ ഈർക്കലിന് കുത്തുകൊടുക്കും. അത് വേണം, അതാണ് വേണം. ഈ പൂവാലിയാണ് ഭയങ്കര ആഭാസം എന്നാണ് പുള്ളി പറയുന്നത്. ആ പുള്ളി പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. എടോ ആവാസം എന്ന് പറഞ്ഞ താമസ സ്ഥലം, മീനിന്റെ താമസം എങ്ങനെയാ? മീനിന്റെ താമസം കുളത്തില്ല, അല്ല ലോഡ്ജിൽ മുറിയെടുത്ത് കൊടുക്കാൻ പറ്റുമോ മീൻ? ഇതിപ്പോ ഇത് കുളത്തിലല്ലേ താമസിക്കാൻ പറ്റും. സുബോധന്റെ ആസ്തി എന്ന് പറഞ്ഞ എത്ര ഉണ്ടെന്നൊന്ന് കേക്കട്ടെ. കശേരിക്കൾ ഉൾപ്പെടെ 218. എടാ മഴ പെയ്യുമ്പോഴെങ്കിലും ആ സ്കൂളിന്റെ തിണ്ണയിലൊന്ന് കയറിയിരിക്കണം, ഇല്ലെങ്കിൽ ഈ ഡയലോഗ് നീ അടിക്കൂലായിരുന്നു. എടോ നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെയാന്നാ ചോദിച്ചത്. അവളങ്ങ് അമേരിക്കയിലല്ലേ, ഞാൻ ഇവിടെയും. പിന്നെ വല്ലപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് എവിടെയാ കഴിച്ചോ, അത്രേ ഉള്ളൂ ദാമ്പത്യം. ദാമ്പത്യം അല്ലെന്ന്. അതായത് പോക്കുവരവ് നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ദാമ്പത്യം ഇല്ലെന്ന്. പിന്നെ വെറുതെ പോക്കുവരവ് നടത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മളെ വെറുതെ പൈസ കളയാനായിട്ട് എന്തോന്ന് എടോ നിങ്ങളുടെ സാമ്പത്തിക ശേഷിയാ ഞങ്ങൾ ചോദിച്ചത്, അല്ലാതെ നിങ്ങളുടെ പോക്കുവരവും കാര്യങ്ങളും അല്ല. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഞാൻ ലോണിന് അപേക്ഷിക്കില്ലല്ലോ മേഡം. സുബോധന് എത്ര മക്കളാ? അമ്മയുടെ ആഗ്രഹപ്രകാരം നാം 1 നമുക്ക് 2 എന്നാണ്. അപ്പൊ 2. അച്ഛന്റെ ആഗ്രഹപ്രകാരം നാം 1 നമുക്ക് 8 അപ്പൊ 8. അല്ല, 8ഉം 2ഉം 10. അമ്മയുടെ അച്ഛന്റെ ആഗ്രഹപ്രകാരം 8ഉം 2ഉം 10. അപ്പൊ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാ? കുഴഞ്ഞു വീണാ മതി. പിന്നെ കുഴയില്ലേ നീ ഈ അഞ്ചോടിയാണൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാ? മിസ്റ്റർ സുബോധൻ, ഏ, നിങ്ങള് ബാങ്കിന് തന്നിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി, നോമിനി ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഞങ്ങൾക്കൊന്ന് അറിയണം. അത് ഇത് എഴുതി വെക്കാൻ പോണോ? പിന്നെ ഇത് എഴുതി ഞങ്ങൾ MD-ക്ക് കൊടുക്കും. MD-ക്ക് കൊടുക്കും? ഓ മിനി ആയിട്ടുള്ള ബന്ധം നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ MD-ക്ക് കൊടുക്കും. എന്തിനാ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ ഓ മിനി എന്ന് പറഞ്ഞ കുട്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചു, ഒരു 500 രൂപ കടം ചോദിച്ചു, ഞാൻ കൊടുത്തു. അതല്ലാതെ ഓ മിനിയും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എടോ നോമിനി എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്തബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന്? എടോ അവകാശി. അത് തന്നെ അവകാശി. നമുക്ക് ഒന്നാമത് മുല്ലപ്പെരിയാർ പ്രശ്നം നടക്കുകയാണ്. ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുമോ തമിഴ്നാട് സർക്കാരിനോട്? എന്തോന്ന്? ഈ ലോണിന് വേണ്ടി ശിവകാശി അല്ലെന്ന്. എടോ തന്റെ വീട്ടില് തനിക്ക് മക്കളോ ശേഷകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോമിനിയായിട്ട് അവരെ പേര് വെക്കണം. അവകാശം എന്റെ ഒരു പെങ്ങളെ മകനുണ്ട്, മതി. അപ്പൊ അവനെ വെച്ചു. അവരുടെ പേരും വയസ്സും ഞങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. ഇല്ലാ വാവ. അങ്ങനെ ഒരു പേരുണ്ടോ? ആണ്. 2 28 ദിവസം പാളയിൽ കിടക്കുന്നു. 28 ദിവസമുള്ള കുഞ്ഞിന്റെ പേരാണ് നോമിനേറ്റ് വെക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ ഇന്ന് എഴുതിക്കൊണ്ട് പോകും, എന്നിട്ട് തിങ്കളാഴ്ച വാ, വെള്ളിയാഴ്ച വാ, ബുധനാഴ്ച വാ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എങ്ങനെയായാലും ചെറുക്ക ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ ലോൺ നമ്മുടെ കയ്യിൽ കിട്ടും. ലോണിന്റെ കാര്യമായി എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ലോൺ തരാനൊന്നും പറ്റത്തില്ല. ഈ ലോൺ, അത് മത്സ്യകൃഷിക്കുള്ള ലോൺ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ സമീപവാസികളുടെ സമ്മതപത്രം വേണം നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടുപേരും അത് വേണം, അത് വേണം. വന്നേ. അവിടെ താമസിക്കുന്നത് ലീല ചേച്ചിയാണ്. ആ 2 കൊച്ചുങ്ങളെ കണ്ട തടിയുള്ള പിള്ളേർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഓടിക്കുന്നുണ്ട. അവര് വളർത്താൻ വേണ്ടിട്ട് എന്റെ അനുവാദം ചോദിച്ചു. പിന്നെന്തിനാണ് ഞാൻ ഇവിടെ മീൻ വളർത്തുന്നതിന് അവർ അനുവാദം ചോദിക്കുന്നത്? അവർ ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം എന്തോ? ഒരു ആവശ്യമില്ല. കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അച്ഛന് കൃഷിയുണ്ട്, ചിറ്റപ്പന. ചിറ്റപ്പൻ കൃഷി? അച്ഛനും ചിറ്റപ്പനും കൃഷിയുണ്ടെന്ന്. എന്താ കൃഷിയുണ്ട്? ഈ കോഴിയുടെ ബിസിനസ് ആണ് അച്ഛന്. അതെ. ചിറ്റപ്പന് ചീര. അപ്പൊ ചിറ്റപ്പനെ ശ്രദ്ധിക്കാൻ പറയണം. എന്ത്? നിന്റെ അച്ഛന്റെ കോഴിയില്ലേ, ചിറ്റപ്പനെ ചീര കൊത്ത് തിന്നും. സുബോധൻ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾക്ക് ഡോക്യുമെന്റ്സി തന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ല. വീട്ടിൽ വന്ന് ഇത്രയും സമയം സംസാരിച്ചിട്ട് നിങ്ങൾ ലോൺ തരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കോ? എനിക്ക് ഇത്രയും സമയം എനിക്ക് ലോൺ തരുന്നുണ്ടോ? മണ്ണെണ്ണ ഒഴിച്ചോ? ഞാൻ എറിയുന്നത് കൊള്ളാം, സാറിന്റെ ഇവിടെ എറിയണം. അവിടെ എന്തുവാ? ഇന്നലെ ഞങ്ങൾ ഒരു ഡോക്യുമെന്റ് കളക്ഷൻ പോയപ്പോ അവിടുത്തെ സാറ് ദാണ്ട് അവിടെ ഇവിടെ എറിഞ്ഞത്. അപ്പൊ അപ്പുറത്തെറിയൂ. അപ്പുറത്തെറിയണം. ഫ്രഷ് ആയോണ്ടേ ആരെങ്കിലും ഒരു സാധനം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അപ്പ തിരക്കളി തുടങ്ങും. തേങ്ങ താഴെ ഒരു കോള് എനിക്ക് ഒരു കോൾ എടുത്തോട്ടെ. ഹലോ. ഭാഗ്യമുണ്ട് കേട്ടാ, തേങ്ങ കയറി കൊള്ളാതിരിക്കാൻ ഭാഗ്യമുണ്ട്. PS ലോൺ എനിക്ക് ബാങ്ക് അനുവദിച്ച് 1ഉം 2ഉം അല്ല 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയോ? 20 ലക്ഷം രൂപ കിട്ടിയ? ഇറങ്ങും, രണ്ടും ഇറങ്ങും. മേലാ എന്റെ പറമ്പിൽ കണ്ടു ഇറങ്ങും. അല്ല ഞങ്ങള് അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്തോ? ആ ബാങ്കിന്റെ മാനേജറെ നമ്പറും തരൂ. എന്തിനാണാവോ? നമ്മക്കൂടെ ഒരു ലോൺ എടുക്കാനാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.